പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളോടും ആവശ്യപ്പെടുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏതെങ്കിലും നാട്ടിലെ ഏതെങ്കിലും ഒരു ഭരണം മുന്നിൽ വന്നു ചേർന്നാൽ, നമ്മളവിടെ ഏതെങ്കിലും ഒരു യൂണിറ്റിന്റെ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ ഒരു ഭാഗത്തിന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ ആയി കഴിഞ്ഞാൽ നമ്മൾ ആരോ ആയി എന്ന ചിന്ത നമ്മിൽ കയറി വരും. അങ്ങനെയുള്ളവരൊന്ന് ചിന്തിച്ചു നോക്ക് പ്രിയപ്പെട്ട ഉമ്മ. അറിയില്ലേ, നമുക്കൊക്കെ അറിയില്ലേ, അമീറുൽ മുഅ്മിനീന ഉമർ ഇബ്നുൽ ഖത്താബ്. അമീറുൽ മുഅ്മിനീന ഉമർ ഇബ്നുൽ ഖത്താബ്. ആരാ ഉമർ തങ്ങൾ? ആരാ ഉമർ തങ്ങൾ? ഉമർ തങ്ങളെ പറ്റിയല്ലേ ഹനാകുന്ന തഴവ ഉസ്താദ് പറയുന്നത്. അറിയുന്നോ ഏ ഉമ്മ ഇതാരാണെന്ന്? കിസ്റാവിറക്കും കൈസറാൽ ഞെട്ടുന്നതാ. അങ്ങനത്തെ അമീറുൽ മുഅ്മിനീന ഉമർ ഇബ്നുൽ ഖത്താബ് എല്ലാവർക്കും പേടിയായിരുന്നു ഉമർ തങ്ങളെ. ഉമർ തങ്ങളുടെ ചരിത്രം നമുക്കറിയില്ലേ, എങ്ങനത്തെ ആളായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഹബീബായ തങ്ങളുടെ തല ഞാൻ കൊയ്യുമെന്ന് പറഞ്ഞ് നടന്ന മുഹമ്മദിന്റെ തല ഞാൻ കൊയ്തെടുക്കുമെന്ന് പറഞ്ഞില്ലേ, ആ മുഹമ്മദിന്റെ തല ഞാൻ കൊയ്തെടുക്കുമെന്ന് പറഞ്ഞ് ഹബീബായ നബി തങ്ങളെ വധിക്കാൻ വേണ്ടി മഹാനാകുന്ന ഉമറുൽ ഫാറൂഖ് തങ്ങളാ വന്ന സംഭവമുണ്ടല്ലോ. ആ സമയത്തതാ പാകമാ അൻസല്ല പുണ്യകാവ്യം കേട്ട മനം മാറിയിടുന്നു മറിപ്പാവം. പവിത്രമാകുന്ന ആയത്തങ്ങ് കേട്ടപ്പോ മഹാനാകുന്ന ഉമറുൽ ഫാറൂഖ് തങ്ങൾ, ഉമറുൽ ഫാറൂഖിന്റെ എല്ലാവിധത്തിലുള്ള ഉമറുൽ ഫാറൂഖും മാറിക്കൊണ്ടതാ പരിശുദ്ധമാകുന്ന ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ലേ. പിന്നീട് ആ ഉമറിനെ പറ്റിയാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത്, അനമിന്നീ ഉമർ അന്ത മിന്നീ യാ ഉമർ. ഉമറേ, നിങ്ങളുടെ നാവിൽ അല്ലാഹു സത്യത്തെ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് ഹബീബ് തങ്ങൾ പറഞ്ഞത്. ഉമറങ്ങാനും ഖത്താബിന്റെ മകൻ ഉമറങ്ങാനും മുത്തുനബി തങ്ങൾ സഹാബത്തിനോട് പറയാണ്, സഹാബാ, ഖത്താബിന്റെ മകന് ഉമറങ്ങാനും ഒരു വഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ വഴിയെ വിട്ട് ശൈത്താൻ വിദൂരത്ത് ഓടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഉമർ തങ്ങളെ പറ്റിയാ പറയുന്നത്. ഏതാണ് ഉമർ? ഉമർ തങ്ങളുടെ ഭരണം എങ്ങനെയായിരുന്നു? താൻ തന്റെ മദീനയിലെ മസ്ജിദുൻ നബവിയിൽ ഉമർ തങ്ങൾ ഇമാമത്തായി കൊണ്ട് നിൽക്കുമ്പോ ഉമർ തങ്ങളുടെ ആ ഒരു ഖുറാത്തിലുള്ള ആ ഒരു കാവി സ്ഥാനത്തുള്ള ആ മഹല്ലത്തിൽ ആ ഒരു സ്ഥലത്ത് ഒരു വലിയ മനുഷ്യൻ, ഒരു മഹാനായ മനുഷ്യൻ, അല്ലാഹുവിന്റെ ആരിഫായ മനുഷ്യൻ, അദ്ദേഹം നമസ്കാരത്തിന്റെ സമയത്ത് ജമാഅത്തിന്റെ സമയത്ത് വന്നുകൊണ്ട് അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് ദിക്റുകൾ ചൊല്ലുകയാണ്. ഇഖാമത്തിന്റെ ശബ്ദം കേട്ടിട്ടും ഈ മനുഷ്യനിക്ക് യാതൊരുവിധ കുലുക്കവുമില്ല. ആ സമയത്ത് ഉമറുൽ ഫാറൂഖ് ചെയ്തതെന്നറിയോ? ഉമർ തങ്ങൾ ചെന്നുകൊണ്ട് പറഞ്ഞു, ഈ മനുഷ്യന്റെ അടുത്ത് ചെന്നുകൊണ്ട് പറഞ്ഞു, കോളറിൽ പിടിച്ചുകൊണ്ട് പറയുകയാണ്, എടാ മോനെ, നീ ആരായാലും ശരി, നീ ആരിഫും ബില്ലായാലും ശരി, അല്ലാഹനെ കണ്ടവനായാലും ശരി, ഇവിടെ ഉമറിന്റെ ഭരണമാ, ഇവിടെ ഉമറിന്റെ ഭരണമാണ്. ഒരു നിലക്കും ഈ സമയത്ത് ഇവിടെ ഇരുന്നാൽ നിന്റെ കഴുത്തിന്റെ മുകളിൽ തലയുണ്ടാവില്ലെന്ന് പ്രഖ്യാപിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങനത്തതാകുന്ന ഉമർ തങ്ങൾ, നിങ്ങളെ നേരത്തെ പറഞ്ഞതിലേക്ക് തന്നെ ഞാൻ വരികയാണ്. അങ്ങനെയുള്ള ഈ ഉമർ തങ്ങളുണ്ടല്ലോ, അവരൊക്കെയാണ് അർശിന്റെ വിഭാഗത്തിൽ പെടുന്നത്. ആ ഒരു വിഭാഗത്തിൽ അർശിന്റെ തണൽ ലഭിക്കുന്നവർ നമ്മളും പെട്ടുപോകണമെങ്കിൽ നേരത്തെ പറഞ്ഞ ഇമാമുന്നാദിൽ, നേരായ ഭരണാധികാരി, നമ്മളുടെ വീടിന്റെ അവസ്ഥകൾ, നമ്മളുടെ വീടിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സജ്ജമായി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നാളെ അർശിന്റെ തണൽ നമുക്കും ലഭിക്കും. ഇത്രയും വലിയ പദവിയിലുള്ള ഉമർ തങ്ങൾ ചെയ്ത കാര്യം എന്തെന്നറിയോ? ഹനാകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് വലിയ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇത്രത്തോളം വലിയ രാജാവായിരുന്ന ഖലീഫയായിരുന്ന ഉമർ തങ്ങൾ എല്ലാ ദിവസവും രാത്രി
എല്ലാ ദിവസവും രാത്രി അങ്ങനെ ഇറങ്ങും. ഇറങ്ങിയിട്ട് അങ്ങനെ തന്റെ പരിസരത്തുള്ള ആ വീടുകളിലൂടെയൊക്കെ രാത്രി സമയങ്ങളിൽ, രാത്രിയുടെ ആ പ്രത്യേക സമയങ്ങളിൽ എന്താണ് നടക്കുന്നതെന്ന് നോക്കും. അങ്ങനെ ഉമർ തങ്ങൾ എല്ലാ ദിവസവും ഒരു വീട്ടിലേക്ക് തന്നെ പോകുന്നുണ്ട്. ഒരു വീട്ടിലേക്ക് തന്നെ ഉമർ തങ്ങൾ കയറി പോകുന്നുണ്ട്. കുറച്ചു സമയം കഴിയുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ഇത് ഹനാകുന്ന ത്വൽഹ റളിയല്ലാഹു അൻഹു ഈ കാഴ്ച കാണുകയാണ്. ഹനാകുന്ന ത്വൽഹ റളിയല്ലാഹു അൻഹു ഈ കാഴ്ച കണ്ടുകൊണ്ട് ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത ഒരു അമ്പരപ്പ് വരികയാണ്. എന്താണ് ഉമർ വീണ്ടും പഴയ സ്വഭാവത്തിലേക്ക് പോകുന്നുവോ? ഉമർ തങ്ങൾ എന്താണ് ആ സമയത്ത് ചെയ്യുന്നതെന്നറിയാൻ മധ്യരാത്രിയിൽ കണ്ടടോ ത്വൽഹത്തബർ ഫാറൂഖ് അമീറുൽ മുഅ്മിനീൻ സയ്യിദ് ഉമർ. ത്വൽഹത്തിനെ കാണാതെ അമീർ കൊതിക്കുന്നേ, അറിയാതെ പിന്നിൽ ത്വൽഹത്തും തുടരുന്നേ. ഹനാകുന്ന ഉമർ തങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിക്കൊണ്ട്, ഉമർ തങ്ങളുടെ പോക്ക് എവിടേക്കാണെന്ന് നോക്കിക്കൊണ്ട് ഹനാകുന്ന ത്വൽഹ റളിയല്ലാഹു അൻഹു ഉമർ തങ്ങളെ കാണാതെ, ഫാറൂഖിനെ കാണാതെ അമീറുൽ മുഅ്മിനീനെ പിന്തുടരുകയാണ്. അമീറുൽ മുഅ്മിനീനെ ഫോളോ ചെയ്തുകൊണ്ട് ത്വൽഹ റളിയല്ലാഹു അൻഹു ഉമർ തങ്ങളുടെ പിന്നിലൂടെ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് പോവുകയാണ്. എവിടേക്കാണ് ഈ മനുഷ്യൻ പോകുന്നതെന്നറിയാൻ വേഗം നടന്ന് കടന്ന് അമീർ കുടിലൊന്നിലേ, ഇത് ചെള്ള് തൊടിലെന്നുള്ളിലും ത്വൽഹത്തിനെ ഭവനം അതേതെന്നറിയുവാൻ